ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നവർ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരിക്കുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നാസർലുമി ആണെങ്കിൽ സെയിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നാസർലുമി നിക്കും കൂടെ ചേർന്നിട്ട് പിടിച്ചുകൊണ്ട് അവിടെ ആ ഒരു ഗോഡൗണിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സെയിൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ നീ എന്നോട് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ വന്നപ്പോൾ മുതൽ നീ എന്നെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്, എന്തിനാ ഇന്നിങ്ങനെ പിടിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നിന്നെ ഈ ഒരു സമയത്തോടെ പിടിച്ച് കെട്ടി വെക്കണം എന്നുള്ള യാതൊരു തീരുമാനവും കാര്യങ്ങളും ഇല്ല. പക്ഷേ എയ്സിന് നല്ല കാര്യങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ നിന്നെ അവിടെ കെട്ടിയിടേ മതിയാവും, അല്ലെങ്കിൽ നീ അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനേ പാടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. കാരണം അവനും നീയും റിലേഷനാണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പുകിലും കാര്യങ്ങളും ഇവിടെ നടക്കുക എന്നുള്ളത് നിനക്ക് ഏകദേശം ധാരണ ഉണ്ടെങ്കിൽ കൂടെ അതിനെക്കാട്ടി വലിയ അപ്പുറം കാര്യങ്ങളായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ഇവിടെ രണ്ട് ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങും അതുപോലെ തന്നെ ഡേവിൽ ഗുഡ് വാരിയേഴ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഞങ്ങൾ രണ്ട് ടീമിനെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകം പറയുന്നത് തന്നെ നമ്മുടെ എയ്സ് ആണ്. സോ സുപ്രീമോക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. നമുക്ക് ഒരുപാട് പവേഴ്സും കാര്യങ്ങളുണ്ട്, റാങ്കും കാര്യങ്ങളൊക്കെയാണ്. നീ ഇപ്പോൾ അതിൽ 4ാം റാങ്കും കാര്യങ്ങളൊക്കെയാണ്. സോ അതൊക്കെ നഷ്ടപ്പെടാൻ വലിയ രീതിയിലുള്ള ചാൻസ് നിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രം. സോ നീ നാളെ ആ പരിപാടി പോയിട്ട് എയ്സ് നിൻ്റെ നിങ്ങൾ പരസ്പരം റിലേഷനാണെന്നുള്ള കാര്യം ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ തുടർന്ന് നീ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടും നീ മാത്രമല്ല ഞങ്ങളെല്ലാവരും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നീ അങ്ങോട്ട് പുറത്ത് പോകാതെ നോക്കേണ്ട കാര്യം എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിലൊക്കെ അവിടെ നാസർലൂമിയ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നാസർലൂമിയനോട് അവൾ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ പാടില്ല, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. നീ പോകാൻ പാടില്ല എന്നാൽ എൻ്റെ കെട്ടൊന്ന് അഴിച്ചു കിട്ടും എന്നുള്ള രീതിയിൽ നമ്മുടെ സെയിന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ അവളെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ആ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ അഴിക്കാൻ തയ്യാറായ പോലെയാണ്. അങ്ങനെ ഇവനാണെങ്കിൽ ഓക്കെ നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവളുടെ ആ കെട്ടും കാര്യങ്ങളൊക്കെ അഴിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് സെയിനാണെങ്കിൽ അവിടെ നിന്ന് തന്നെ വേഗം പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം നിക്കി വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ചെയ്ത കാര്യം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സെയിന് നാളെ നീ പറഞ്ഞ പോലെ ചെയ്യുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇനി എന്താണോ തുടർന്ന് വന്നത് അതിന് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കും. ലൈക്ക് അവൾ എന്ത് തീരുമാനം എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് നിൽക്കാം, നമുക്ക് എന്തായാലും സുപ്രീമോനെ പ്രൊട്ടക്ട് ചെയ്തേ മതിയാവും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം അങ്ങോട്ടേക്ക് ലൂക്ക് വരുന്നുണ്ടായിരുന്നു. ലൂക്കിനാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ് ചെറിയൊരു ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തു ചോദിക്കുമ്പോൾ ഞാൻ എന്തിനു ചെയ്യണം, നീ മാറ്റിനോട് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ലൂക്ക് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്യണം, നിൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും നീ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഗ്യാങ്ങിൽ വന്നിട്ട് ഓരോ പ്രവൃത്തി ചെയ്യുന്നില്ല പറഞ്ഞാൽ നിന്നെ ഇവിടെ എന്തായാലും പായിപ്പിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ സെയിൻ ആണെങ്കിൽ റൂമിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സമയമാണെങ്കിൽ അവിടെ മിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിയ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ സെയിൻ നീ ആകെ വിഷമിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെയിൻ പറയുന്നുണ്ടായിരുന്നു, സെയിന് ഓരോ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവളുടെ മനസ്സും കാര്യങ്ങളൊക്കെ തകർന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അവൾ ഓപ്പണായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ മിയക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു വലിയ പ്രശ്നത്തിൻ്റെ ഇടയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സെയിനാണെങ്കിൽ മിയ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെയിനാണെങ്കിൽ സ്റ്റുഡൻറ്റ് കൗൺസിലേക്ക് പോകാൻ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണെങ്കിൽ മിയ വന്നിട്ട് അവളോട് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ അങ്ങോട്ട് പോയാൽ, എന്താ ഞാൻ പോയിട്ട് വരാമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പിന്നാലെ പോകുന്നുണ്ടായിരുന്നു. മിയ ആ ഒരു സമയത്ത് റൊക്സാനി അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ടായിരുന്നു. നീ ആരാണ് നിൻ്റെ വിചാരം, നീയും ഏസും റിലേഷനാന്നുള്ള രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ ഇവളെന്തോ വലിയ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നു, ഏസ് അവളെ ഇതിന് കൂട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വർത്താനം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. റൊക്സാന അവളെ നല്ല രീതിയിൽ ഇൻസൾട്ടാക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സെയിനെ അടിക്കുന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ നമ്മുടെ സെയിന് തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, നീ എന്നൊന്ന് തൊട്ട് നോക്ക്, ഞാൻ എവിടെ നിൽക്കുന്നത് നിനക്കറിയോ? ഞാൻ അവിടുത്തെ സ്റ്റുഡൻറ്റ് പ്രസിഡൻറ്റ്, സ്റ്റുഡൻറ്റ് കൗൺസിലിംഗ് സുപ്രീമോയുടെ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്ന ഒരാളാണ്. കൂടാതെ റാങ്ക് 4 ആൾ. അവിടെ നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെയും കൂടെ നോക്കിയിട്ടാണ് പറയുന്നത്, എൻ്റെ അധികാരവും കാര്യങ്ങളും നിങ്ങൾക്കില്ല, എനിക്ക് എന്ത് വന്നു കഴിഞ്ഞാലും തിരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുള്ള കാര്യമൊക്കെ അറിയാലോ, എത്രമാത്രം പ്രശ്നമാണെന്നുള്ള കാര്യം അറിയാലോ, സോ മൈൻഡ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം റൊക്സാനേനെ എടുത്ത് നിന്ന് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഞങ്ങൾക്കത് നേരിടാൻ വയ്യ, കാരണം നമ്മുടെ സെയിൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സുപ്രീമോ വെറുതെ ഇരിക്കില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. സമയം നീ ആരാണ്, നീ നോർമൽ സ്റ്റുഡൻറ്റിനെ, നീ എന്നൊന്ന് തൊട്ട് നോക്ക്, അപ്പോൾ നിനക്ക് എന്താ കാര്യങ്ങൾ അറിയാമെന്നുള്ള രീതിയിൽ സെയിന് റൊക്സാനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ റൊക്സാന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് സാമന്ത പറഞ്ഞിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, എനിക്ക് അവളെ കാണുമ്പോൾ നിന്നെ കാണുമ്പോൾ അവളെ ഓർമ്മ വരുന്നത്, എനിക്ക് നിന്നോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവളെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു, എനിക്കുള്ള ആകെ ഒരു ഫ്രണ്ടായിരുന്നു അവൾ, ഞാൻ എത്രമാത്രം ഇമോഷണലായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അപ്പോൾ അവളാണെങ്കിൽ എന്നെ യാതൊരു രീതിയിൽ മൈൻഡ് ആക്കിയില്ല, എന്നെ അവളോടൊപ്പം കൊണ്ടുപോയില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു നരകത്തിൽ എന്നെ ഇട്ടിട്ടാണ് അവൾ പോയതെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ സെയിൻ പറയാൻ വരുന്നുണ്ടായിരുന്നു, അവൾ മരണപ്പെട്ടതില്ലേ എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊന്നും സംസാരിക്കാൻ വെക്കാത്ത റൊക്സാനെ സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ എയ്സിൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ പാർട്ടി നല്ല രീതിയിൽ തന്നെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ എയ്സ് ആണെങ്കിൽ നമ്മുടെ സെയിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ മാറ്റ് നിക്കി അതുപോലെ തന്നെ അസർലൂമിയൊക്കെ കണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് എയ്സ് നമ്മുടെ സെയിൻ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് സെയിൻ ആണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നിന്നെ നല്ല രീതിയിൽ
ഇഷ്ടമാണ്, തിരിച്ചും നല്ല രീതിയിൽ ഇഷ്ടമാണ്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സെയിൻ്റെ മുഖമാണെങ്കിൽ നല്ല രീതിയിൽ വാടിയിട്ടുള്ളതുകൊണ്ട് തന്നെ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ മുഖത്തിന് പറ്റിയത്, എനിക്ക് നിന്നെ കാണുമ്പോൾ കിസ് ചെയ്യണം, നമ്മുടെ റിലേഷൻ ഇങ്ങനെ പബ്ലിക് ആക്കണം എന്നൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ പറയും. പക്ഷേ എനിക്ക് എന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, അതെന്നോട് പറയണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൾ അങ്ങനെയൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ കൂടി അവൾ പറയുന്നുണ്ടായിരുന്നു എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ സെയിം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഏസിന് മനസ്സിലാവുന്നത് ഇവൾ ബ്രേക്കപ്പ് പറയാന്നുള്ള കാര്യം. എന്നിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു ഓക്കെ നമുക്ക് പിരിയാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഏസ് നമ്മളിപ്പോൾ ഒന്ന് ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, നമ്മൾ പ്രണയം പരസ്പരം തുറന്ന് പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും നീ ഒരു തീരുമാനം എടുക്കുകയാണ്, നമുക്ക് പരസ്പരം പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെയിം പറയുന്നുണ്ടായിരുന്നു അതൊന്നും പറ്റില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തലയിലേക്ക് എടുക്കാൻ താല്പര്യമില്ല, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏസ് പറയുന്നത് നീ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കമ്മിറ്റഡ് ആവും, ലൈക്ക് നമ്മൾ പഴയ പോലെ ലവും കാര്യങ്ങളൊക്കെ ആവും. സോ അതുകൊണ്ട് തന്നെ നീ എന്നെ തിരിഞ്ഞ് നോക്കാതെ പോയിക്കോ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് അവന് തിരിഞ്ഞ് നോക്കാതെ പോകണം, തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അവൻ തന്നെ ഇഷ്ടപ്പെടുന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയം സെയിൻ ആണെങ്കിൽ മൈൻഡ് ആക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മുതൽ നടന്ന ആ പ്രശ്നത്തിൽ നിന്ന് ആ ഒരു പ്രണയത്തിലേക്ക് വന്ന ഓരോ നിമിഷങ്ങളും അവിടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സെയിന് തിരിഞ്ഞ് നോക്കില്ല, കാരണം ഇതിൻ്റെ കോൺസിക്വൻസും കാര്യങ്ങളൊക്കെ അവൾക്ക് നല്ല രീതിയിൽ അറിയാം. നസറുമി എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തിരിഞ്ഞ് നോക്കാതെ അവനെ തിരിഞ്ഞ് നോക്കാതെ നടക്കുന്നുണ്ടായിരുന്നു, അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു നീ നിൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്, നീ എന്താണോ തീരുമാനിക്കുന്ന ആ കാര്യം നടക്കട്ടെ, നീ സന്തോഷിക്കുമ്പോൾ ഞാനും സന്തോഷിക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അവൻ ഉറക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. ഇതെല്ലാം പുറത്ത് നിന്നിട്ട് നമ്മുടെ സെയിന് കേൾക്കുന്നുണ്ടായിരുന്നു, അവളും ആ ഒരു രീതിയിൽ കേട്ടിട്ട് അത് കരയുന്നുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ കാണുന്നത് സെയിനെയും ഏസ്നെയും ഫ്രാൻസിസ്കോയും അതുപോലെ തന്നെ നമ്മുടെ മാഡം വയലറ്റും വിളിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. അവർ മാത്രമല്ല മിസ് കാറ്റും അതുപോലെ തന്നെ അവരുടെ പ്രസിഡൻറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും വിളിച്ചിരുത്തിയിട്ടുള്ള വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. കാരണം ഇവരൊക്കെ ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവർ മിസ് കാത്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സെയിനും അതുപോലെ തന്നെ ഏസും തമ്മിൽ റിലേഷനും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവനൊരു പണി കൊടുക്കുക അല്ലെങ്കിൽ അവനൊരു പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് വിളിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീയും സെയിനും തമ്മിൽ എന്താ റിലേഷൻ എന്നുള്ള രീതിയിൽ ഏസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഏസ് മറുപടിയോ കാര്യങ്ങളോ പറയുന്നില്ലായിരുന്നില്ല. അതുപോലെ തന്നെ മിസ്കാത്താണ് അപ്പം മറുപടി പറയുന്നുണ്ടായിരുന്നു. മിസ്കാത്ത് പറയുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു രീതിയിലുള്ള റിലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് അവർ സെക്രട്ടറി മാത്രമാണ് സുപ്രീമോൻ്റെ എന്നുള്ള പ്രസിഡന്റ് മാത്രമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയമാണെങ്കിൽ നമ്മുടെ സെയിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീയും ഏസും തമ്മിൽ എന്താണ് റിലേഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ഏസ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഇഷ്ടമെന്നുള്ള കാര്യം പറയുന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മുടെ സെയിൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് പ്രസിഡന്റ് മാത്രമാണ്, വേറെ രീതിയിലുള്ള റിലേഷനോ കാര്യങ്ങളോ ഞങ്ങൾ തമ്മിലില്ല, എനിക്കാണെങ്കിൽ ഏസിന് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ മിസ്കാത്ത് പറയുന്നുണ്ടായിരുന്നു ഇത് ജസ്റ്റ് നിങ്ങൾക്ക് തമ്മിലുണ്ടായിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഏസിനോ കാര്യങ്ങൾക്ക് യാതൊരു ബന്ധമോ കാര്യങ്ങളോ ഇല്ല, ഇവർ റിലേഷനോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ മിസ്കാത്ത് നല്ല രീതിയിൽ തന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ നടത്തോ കാര്യങ്ങളൊക്കെ കണ്ട് ഫ്രാൻസിസ്കോ ചോദിക്കുന്നുണ്ടായിരുന്നു കണ്ടില്ല ഇവരെ നോട്ടോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ തന്നെ പറയും ഇവർ രണ്ടുപേരും റിലേഷനാണെന്നുള്ള കാര്യം, പിന്നെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ ഏസിനാണെങ്കിൽ ചെറിയൊരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, 1 വീക്ക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ സെയിൻ ആണെങ്കിൽ ഒരിടത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം അങ്ങോട്ടേക്ക് ഏസ് വരുന്നുണ്ടായിരുന്നു. സെയിൻ ആലോചിച്ചിരിക്കുന്നത് ഏസിന് താൻ കാരണം പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടി താൻ എന്തൊക്കെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതൊക്കെ ഏസിൻ്റെ മനസ്സിനെ മുറിവാക്കൂലേ എന്നുള്ള രീതിയിൽ അവൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഏസ് വന്നപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു ദയവ് ഇതൊന്ന് പോയി എനിക്കൊരു സ്വസ്ഥത തരുമെന്നുള്ള രീതിയിൽ. അപ്പോൾ അവൻ പറയുന്നത് നീ ജസ്റ്റ് ഇതൊന്ന് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു അവരുടെ ഫസ്റ്റ് കിസ് കേട്ടോ. സോ അവർക്ക് പറ്റിയ സിറ്റുവേഷനോ കാര്യങ്ങളൊന്നും അല്ല, എന്നാലും അവൻ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ അവനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, ഇവൾക്കുള്ളിൽ നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഏസ് പറയുന്നുണ്ടായിരുന്നു എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ സെയിനാണെങ്കിൽ ഒരുപാട് 1 വീക്ക് ആയല്ലോ നമ്മുടെ ഏസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. സോ ഏസിനെ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ ഏസ് ആണെങ്കിൽ ഒരു പവർ ആയിട്ടുള്ള ഒരു മാൻ ആണല്ലോ, സുപ്രീമോൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ സുപ്രീമോനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം അങ്ങോട്ടേക്കാണെങ്കിൽ നമ്മുടെ മിസ്കാത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നീ ഇത്ര സ്ട്രോങ് ഗേൾ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയുണ്ടായിരുന്നില്ല, കാരണം നീ നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, നീ ഏസുമായിട്ട് റിലേഷനോ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ കാര്യം നല്ലതാണ്, കാരണം ഇതിന് പിന്നിലാണെങ്കിൽ ചെറിയൊരു പ്ലാനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നത് നീ എന്ത് പ്ലാൻ എന്നുള്ള കാര്യം. നമ്മുടെ മാഡം വലുതും ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇക്കാര്യക്ക് ആദ്യം മുതലേ നമ്മുടെ ഏസിനെ സുപ്രീമോ ആക്കാൻ യാതൊരു രീതിയിലുള്ള താല്പര്യമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ സുപ്രീമോ ആയതിനെ കൊടുത്ത് അവനെ മാറ്റാൻ വേണ്ടി മാക്സിമം നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സുപ്രീമോ നല്ലൊരു പേഴ്സൺ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും സുപ്രീമോനെ നല്ല രീതിയിൽ ഇഷ്ടമായതുകൊണ്ടാണ് അവൻ നിലനിന്ന് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്താൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ ഒരു കാരണം വന്നത്. നമ്മുടെ ഏസിന് പകരമാണെങ്കിൽ നമ്മുടെ മാഡം വയലറ്റിൻ്റെ മകനെ ആക്കണം എന്നാണ് നമ്മുടെ മാഡം വയലറ്റിനെ ആക്കണം, വേറെ ആരും ലിയാം എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം നമ്മുടെ സെയിനാണെങ്കിൽ ഞെട്ടി നിൽക്കുന്നുണ്ട്, കാരണം ലിയാമിന് ഒരു നല്ല പരിചയവും കാര്യങ്ങളും ഇവർക്ക് ഇവരുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടല്ലോ. സോ ആ കാര്യം ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇതിലൂടെ തിരിച്ച് നടന്നു വരുന്ന സമയത്തായിരുന്നു ലിയാമിൻ്റെ ഫ്രണ്ട്സും കൂടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വരുന്നത്
കേൾക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയം അവൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇവൻ ലിലിയാമ്മ ശരിക്കും മാഡം വൈലറ്റിൻ്റെ മകനാണോ? എനിക്ക് തോന്നുന്നില്ല, ഇതിന് പിന്നിൽ എന്തൊരു ദുരൂഹതയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ അവൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയാലോ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ബുക്ക് റെഫർ ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ ഇമ്മോർട്ടാലിറ്റിനെ കുറിച്ചിട്ടൊക്കെയുള്ള ബുക്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അവൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബുക്സും കാര്യങ്ങളൊക്കെ വായിച്ച് തിരിച്ച് ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. പിന്നീട് അവൾ ക്ലാസ് റൂമിൽ നിന്നാണ് കാണുന്നത്. ക്ലാസ് റൂമിൽ തിരിച്ചിറങ്ങി വരുന്ന സമയത്താണെങ്കിൽ അവിടെ നമ്മുടെ സാറ് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സാറ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ സാർ അവളോട് പറയുന്നുണ്ടായിരുന്നു, നീ ഈ കാര്യങ്ങൾ പിന്നാലെ അല്ലെങ്കിൽ ആ ഒരു ലൈബ്രറി അന്വേഷിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല, ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് അവർക്കാണെങ്കിൽ ആ ഒരു ചെറിയ രീതിയിൽ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിനുള്ള എല്ലാതും സക്സസ് ആയിട്ടുണ്ട്, ഏതോ രീതിയിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇനി നീ അതിന് പിന്നാലെ പോവുകയാണെങ്കിൽ നിനക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും വരാൻ പോവുകയാണ്. കൂടാതെ നിനക്ക് മാത്രമല്ല പ്രശ്നവും കാര്യങ്ങളും വരാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ്. ആ ഒരു എക്സ്പെരിമെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. സോ ഇതിനെ തുടർന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുക എന്നുള്ള കാര്യം അറിയില്ല. നീ എന്തായാലും സേഫായി നിൽക്കണം. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും നിനക്ക് അപകടപ്പെട്ടുന്ന ഒരു കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സേഫ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ നമ്മുടെ സെയിനാണെങ്കിൽ നമ്മുടെ സുപ്രീമോ കൊടുത്ത ആ കത്തി നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ജെറോമ് വന്നിട്ട് ഇങ്ങനെ ഞെട്ടിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ആ ഒരു സമയത്ത് ആ ഒരു കത്തി താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എവിടെ നിന്നാണ് ഈ ഒരു കത്തി കിട്ടി? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഈ ഒരു സിമ്പിൾ കണ്ടിട്ട് നിനക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇത് ഡേവിൽ ഗോഡ് വാരിയേഴ്സിൻ്റെ സിമ്പിളാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സെയിൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഈ കാര്യമൊക്കെ എവിടെ നിന്ന് മനസ്സിലായി? ലൈക്ക് ഈ ഒരു സിമ്പിൾ എങ്ങനെ മനസ്സിലായി എന്ന രീതിയിൽ പറയുമ്പോൾ ഞങ്ങൾ നിന്നോട് പറയാത്തതാണ്, വെനൈസൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാം, ഞാൻ ഡേവിൽ ഗോഡ് വാരിയേഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ സെയിനാണെങ്കിൽ ആകെ നെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ തിരിച്ച് നമ്മുടെ ആ റൂമിലേക്ക് പോകുന്നു, ഇവരുടെ ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവളുടെ ചിന്ത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേവിൽ ഗോഡ് വാരിയേഴ്സിൻ്റെ ഇതിൽ നമ്മുടെ ജെറോമ് ജോയിൻ ആയി, അതുപോലെ തന്നെ ബ്ലാക്ക് ബെൽറ്റ് ഗ്യാങ്ങിലാണെങ്കിൽ മാറ്റ് ജോയിൻ ആയി. ഇവർ രണ്ടുപേരും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടീമിൽ ജോയിൻ ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇവൾ നടന്നു വരുമ്പോൾ തന്നെ കാണുന്നത് മാറ്റ് ഇങ്ങനെ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അവൻ്റെ അടുത്ത് പോയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എന്തൊരു പ്രശ്നം ഉണ്ട് കഴിഞ്ഞാൽ നീ എൻ്റെ അടുത്തേക്ക് വരും, ഞാൻ നിന്നെ എന്തായാലും പ്രൊട്ടക്ട് ചെയ്യും, എൻ്റെ ജീവൻ പോയിട്ടാണെങ്കിൽ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ ഒരു ഡ്രിങ്ക്സ് ഒരു ഗ്ലാസ് അവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നത് എനിക്ക് ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇഷ്ടമായിട്ടില്ല, പക്ഷേ അവൾ ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു, ഒരു ഗ്ലാസ് ഒരു സിപ്പൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് എനിക്ക് നിന്നെ നല്ലോണം ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ എക്സ്പ്രസ് ചെയ്തിട്ട് ഭയങ്കര ഇമോഷണലായിട്ടൊക്കെ ആയിരുന്നു സംസാരിക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തിൽ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നാസർ ലൂമിയും നിക്കിയും കൂടെ തന്നെ തട്ടിക്കൊണ്ട് പോകാൻ മാറ്റി നിർത്താൻ വേണ്ടി നോക്കിയപ്പോൾ നീ എന്തെന്നെ രക്ഷപ്പെടുത്താത്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, നിനക്കെന്നെ സ്വന്തം കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടി നീ എന്നെ പഠിക്കണം. സോ ഞാൻ ഈ കാര്യം പറഞ്ഞാൽ നീ ഒരു ഡിസിഷനും കാര്യങ്ങളൊന്നും എടുക്കില്ല, നിൻ്റെ സ്വന്തം തീരുമാനത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് അപ്പം നിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താഞ്ഞത്, നീ എന്നെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് നിനക്ക് ആസ്പദമായിട്ടുള്ള തീരുമാനവും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ നമ്മുടെ മാറ്റ് അവളോട് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം ഓക്കെ എന്നുള്ള രീതിയിൽ. കൂടാതെ അവൾ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടുന്നുള്ള രീതിയിൽ. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വേറെ സൈൻ ഉണ്ടോ, വേറെ സൈൻ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, സൈനിനെക്കാട്ട് നല്ലൊരു പെൺകുട്ടീനെ കിട്ടുന്നുള്ള രീതിയിൽ. പിന്നീട് നമ്മൾ കാണുകയാണെങ്കിൽ അവരുടെ ആ ഒരു റൂമാണ്, ഒഫീഷ്യൽ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ റൂമാണ്. അപ്പോൾ തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, എയ്സിനെ കുറിച്ചിട്ടായിരുന്നു ഇവരുടെ ടോക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. മേ ബി എയ്സ് നീനെ ഒഴിവാക്കി പോയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പ്രസിഡൻറ്റ് പറയുമ്പോൾ അവൾ ഇങ്ങനെ രീതിയിൽ ചിന്തിച്ച് നിൽക്കുമ്പോൾ അവൾ പറയുന്നത്, ചുമ്മാ പറഞ്ഞതാട്ടോ, എയ്സിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു ക്ലാസ്സിന് പോകുന്നില്ലെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ ക്യൂനല്ലേ, എനിക്ക് ക്ലാസ്സിലൊക്കെ കയറണം എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ നീ ഇവിടുത്തെ ക്യൂന് അതുപോലെ തന്നെ സുപ്രീമോ ഇവിടുത്തെ നിങ്ങൾ രണ്ടുപേരും എല്ലാ സ്റ്റുഡൻസിനും നല്ല രീതിയിൽ തന്നെ മോട്ടിവേറ്റ് ആവേണ്ട ആൾക്കാരാണ്. സോ നിങ്ങളുടെ ക്ലാസ് കുഴപ്പമാതിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ ക്ലാസ്സിന് പോയോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. നമ്മുടെ സെയിനാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവൾ ഉറക്കം നീക്കുന്ന സമയത്ത് തന്നെ ആ ഒരു മുഴക്കം നമ്മുടെ ബ്ലഡി നൈറ്റിൻ്റെ മുഴക്കോ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ ഈസ് അവളെ വന്ന് പിടിച്ചുകൊണ്ട് തന്നെ വേഗം പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ കുറച്ച് പേര് വന്നിട്ട് രണ്ട് വഴിക്ക് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇതാണെങ്കിൽ നമ്മുടെ സെയിന് കണ്ടൊരു സ്വപ്നമായിരുന്നു. എന്നിട്ട് ഇവളാണെങ്കിൽ ആ ഒരു ഉറക്കത്തിന് സ്വപ്നം കണ്ടി ഞെട്ടി ഉണരുന്നുണ്ടായിരുന്നു. നൈറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവൾക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സമയം ഹോയി വരുന്നുണ്ട്, ആരോ അവളെ നിരീക്ഷിക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇവൾ ബാഗിൽ നോക്കുന്നുണ്ടായിരുന്നു നമ്മുടെ എയ്സ് കൊടുത്ത കത്തിയും കാര്യങ്ങളും ഇവളുടെ കയ്യിൽ തന്നെ ഉണ്ടോ എന്നുള്ള രീതിയിൽ അത് ഉറപ്പ് വരുത്തുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ബാക്കിൽ നിന്നൊരു കൈ വന്ന് അവളെ പുത്തുന്നുണ്ടായിരുന്നു. വേറെ ആരെങ്കിലും റേസാണ്, ഇവൾക്കാണെങ്കിൽ ആരാന്നും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദിസ് ഇസ് സൈനിങ് ഔട്ട്. അടുത്ത വീഡിയോ കാണാം. ബൈ.